ഇടട്ടെ? തിളയ്ക്കണം, പുളി നോക്കണം, എരിവ് നോക്കണം, ഉപ്പ് നോക്കണം. എരി കൂടുതലാണോ? എരി കൂടുതലാണോ? എരിവ് കുറവായിട്ടിരിക്കുമോ? എനിക്ക് കറുപ്പൊന്നും ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. അതെ, മാറ്റി ചെയ്യണ്ട. ടേസ്റ്റ് ഒക്കെ ഒരേ പോലെ കേട്ടോ നമുക്ക്. ഫ്ലാറ്റ് ഇടും അവിടെ ശരി. കുറച്ചുകൂടെ ആക്കിട്ടെ. ഓ, കുറച്ചുകൂടെ ആക്കിട്ടെ. വേണ്ട. രണ്ടെണ്ണം ഇരിക്കണമല്ലോ. ഇല്ല, ഒന്നും പറഞ്ഞു. അല്ലെങ്കിലും അവില് നനയ്ക്കാൻ അമ്മായിക്ക് പ്രത്യേക കൈപ്പുണ്യം. സ്പൂണ് വേണ്ട, ഞാൻ എൻ്റെ കയ്യിലായതല്ലേ, ഞാൻ കൈ കൊണ്ട് തന്നെ കഴിക്കാം. മോളാ, ഞാൻ ഓണമൊക്കെ അല്ലേ, ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വാള മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ പോയിട്ട് വാ. പൂന്നും ഊണിണ്ടാവില്ല. ഇല്ല, സമ്മതമല്ലേ? വീട്ടിൽ പോയിട്ട് വാ. അമ്മ ഇന്ന് വരുമോ നാളെ വരുമോ? ഇന്ന് താമസിച്ചു വേണമെങ്കിൽ ഞാൻ നാളെ വരുവുള്ളൂ. ഇന്ന് രാത്രി ഒക്കെ ആയിപ്പോവും, അവിടെ ചെന്നിട്ടൊക്കെ വരണ്ടേ. അതാണ് തപ്രാണം പിടിച്ചു ചോദിക്കണേ. നിങ്ങളെ വിട്ടിട്ട് പോവാനും മനസ്സില്ല, പോവേം വേണം. എല്ലാത്തിനും കൂടെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. സ്ഥലം കൂടെ നനയണമായിരുന്നല്ലേ? പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം. ഇത്തിരി അധ്വാനിച്ച് കഴിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്. വാളം മുളക് കറി വയ്ക്കണല്ലേ നല്ലത്. ആണെങ്കിൽ കുറച്ചൊക്കെ ഫ്രീ ആക്കി കൊടു. ഞാൻ പോയി എൻ്റെ പരിപാടി തുടങ്ങട്ടെ. അമ്മായി എപ്പോഴാ പോണേ? ഞാൻ ഇപ്പോൾ പോവാം, ഉടനെ പോകണം. ഇതൊക്കെ എടുത്തിട്ടോ കേട്ടോ മാളും. ഞാൻ പരിപാടി തുടങ്ങട്ടെ. അമ്മായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ തന്നെ അമ്മായി മേടിച്ച് വെച്ചിട്ട് പോയിരിക്കുന്നത്. നാളത്തേക്ക് ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, നാളത്തേക്ക് മീൻ കറി ഇരിക്കുമ്പോൾ. ഇത് വെള്ളി കളറാ, നോക്കി പെയിന്റ് അടിച്ച പോലെ. പണ്ട് നിനക്ക് ഓർമ്മയുണ്ടാ ഇതിന്റെ ഒരു നീല ചിറവുള്ളത് കിട്ടിയത്? നല്ല ഭംഗിയായിരുന്നല്ലേ അത്? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ അത്ര ഉണ്ടായിരുന്നു മീൻ. എനിക്ക് അതിന്റെ ചിറകായിരുന്നു ഇഷ്ടപ്പെട്ടത്. നീല മയിൽപ്പീലി കളർ. ഇത് വെച്ച് കത്തി വെച്ച് അടിച്ചേ, വാക്കത്തി വെച്ച്. മതി. ഇതിന്റെ പഴു കൊടുക്കും. പരു ഏതിന്റെ എടുക്കാത്തത്? എല്ലാത്തിന്റെ എടുക്കും. കുടലാണോ എടുക്കാൻ? ആ, കുടലാണ് എടുക്കാൻ. ഈ പരുവും കുടലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ പറയാ? പരു തിന്നാനുള്ളത്, കുടല് തിന്നാനുള്ളതല്ല.
പരു നമ്മളുടെ ബോഡിയിൽ പരു ഏതാ? അതെനിക്കറിയില്ല. നീ എന്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കണത്? കുടല്. ഇത് പരു, ഇത് കുടൽ. ഇതാണോ കഴിക്കുന്നത്? ഇതാണ് കഴിക്കുന്നത്. ഇതാണ് കഴിക്കുന്നത്. അപ്പൊ അതെന്താ? അത് കുടല്. ഇതാ? അതും കുടല്. അതും കുടല്. നിക്ക്. ആഹാ, എളുപ്പപ്പണി. ബുദ്ധിമതി. ഇനി അങ്ങ് കട്ടിയില്ലാത്ത നെല്ല് കുറവല്ലേ? നീ പോയിട്ടേ മാളൂ. ആ, മറ്റേ ഇനി എന്തായാലും കട്ടി കുറവാണ്. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ പോയിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തു വെച്ചേ. ഞാൻ അന്നത്തെ പോലെ തളിച്ചു തരാം. ചൂടായി അറിയാൻ പറ്റും. നീ എന്താ കമ്മലിടാത്ത? മറന്നുപോയി. പൊട്ടിയാ? പൊട്ടി. ഇങ്ങനെ വേണം ഇടാൻ, അല്ലാണ്ട് ഉള്ള വെള്ളമൊക്കെ കൊണ്ട് കമത്ത് ഒഴിക്കല്ല. നീ ഒരു കാര്യം ചെയ്യോ? ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ തേങ്ങയും കുറച്ച് ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് അരച്ചോണ്ട് വരുമോ? ഓ, ഇത്തിരിയേ ഉള്ളൂ. ഓ.
മാളു ഓ കഴിഞ്ഞേക്ക് കൊണ്ടുപോട്ടോ. ആ ഇല്ല. ഇടട്ടെ. സ്പൂൺ ഇട്ടാക്കിക്കോ ചേച്ചി, അല്ലെങ്കിൽ ഇതാ. ഒരു പുളുങ്കുരു വേണ്ടിട്ടത്. മീനിടട്ടെ. തിളയ്ക്കണം, പുളി നോക്കണം, എരിവ് നോക്കണം, ഉപ്പ് നോക്കണം, എല്ലാം നോക്കിയതിന് ശേഷം മീനിടാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ പുളി വേണം. നീ പോയി കുറച്ചുകൂടെ പുളി എടുത്തുണ്ടോ? ആ വേസ്റ്റ് പുളി കളഞ്ഞോ? ഇച്ചിരി മതിയേ. അപ്പോൾ നോക്കിയേ പുളി ഉപ്പ്. കറക്റ്റ്. ഇത് പരുവാണോ? അപ്പോൾ കഴിയേ. അടച്ചു. നമുക്ക് സ്നാക്സ് കഴിച്ചിട്ട് വരാം. മജന്ത കളർ മുക്കിയ സാധനം. ആ അതും ചെറുത്, ഞാനും ചെറുത് നോക്കി എടുത്തതാ. ഇത് പലുത്ത് താഴെ വീഴുമല്ലോ മാളു. പേത്ത കോക്കനട്ട് ലഡു. എന്തെന്ന്? പേത്ത കോക്ക ചേച്ചിയുടെ ഡ്രസ്സിന് ആ എന്ത് മാച്ചാ. അയ്യോ മറ്റേ അതല്ല, കോക്കനട്ട് ആയിരുന്നെങ്കിൽ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അത്രയ്ക്ക് മധുര. ഓ എന്താ മാളു ഇത്? അയ്യോ തേങ്ങയില് കുറെ പഞ്ചസാര ഇട്ട് കുറെ കളർ വാരി ഒഴിച്ച്. മിൽക്ക് മേട മിൽക്ക് പേട. എന്താ അത് ഇതെല്ലാം പൊട്ടിച്ച് നോക്കാം. വേണ്ട. എന്താ മാളൂത്? ഷുഗർ സിറപ്പിന്റെ അയ്യരുകളി കത്തുവോ? തേങ്ങ ചിരകിയതല്ലേ, ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന തേങ്ങ ഉണ്ടാ. എന്നിട്ട് കുറെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് എന്തോ കളർ എന്തോ കളർ. അയ്യോ ഞാൻ മട്ടിച്ചു. ഞാൻ പിന്നെ കറി ഉണ്ടാക്കി തരൂല കേട്ടോ. എന്താ പോവാ ഇങ്ങോട്ട്. എന്റെ പൊന്നു മാളു, അത് കഴിച്ചിട്ട് മത്ത് പിടിച്ചിട്ട് മത്ത് പിടുത്ത അത് മൊത്തെങ്ങാനും കഴിച്ചിരുന്നെങ്കിലാ. പേട ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ കുറ്റം പറയൂ. നല്ല മണം.
നീ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. ഒരു 2 തളയും കൂടെ തിളച്ചിട്ട് ഞാൻ കൊണ്ടുവരാവേ. ഓക്കെ. പാവ അമ്മായിയുടെ ഫേവറേറ്റ് മീൻകറിയാ. എന്നിട്ട് അമ്മായി ഇല്ല, അത് മേടിച്ച് വെച്ച് തന്നിട്ട് പോയിരിക്കുന്നു. ചോറ് എടുക്കോളൂ. എനിക്ക് മീനിന്റെ കഷ്ണം മതി. എരി കൂടുതലാണോ? എരി കൂടുതലാണോ? എരിവ് കുറവായിട്ട് എനിക്കോ? നിനക്കെന്താ കൂടുതലായിട്ട് തോന്നണം? ചെറുതായിട്ട് മാംസം കഴിച്ചപ്പോഴേ മാംസം. അമ്മായി ഇല്ലാത്തവരൊരു മൂഡില്ല. സത്യം. പക്ഷെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട മീനായിരുന്നല്ലേ. അമ്മായി ഇല്ലാണ്ട് ഒരു രസമില്ലല്ലേ. അമ്മായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനായിട്ടാണ് ഇത്ര മിസ്സിങ്. അമ്മായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇത്തിരി കൂടിപ്പോയി. കുറച്ച് പുളി ഇത്തിരി കൂടിപ്പോയി. പക്ഷെ ഇതെല്ലാം പാകത്തിനാന്ന് തോന്നണം അല്ലേ. എനിക്ക് ഈ കറുപ്പ് എന്ത് ഇഷ്ടമാണെന്നറിയോ? എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാ. ടേസ്റ്റ് ഒക്കെ വലിയ പോലെ കേട്ടാ നമുക്ക്. പക്ഷെ ചൂരയുടെ കറുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സൂപ്പർ ടേസ്റ്റ് ആണല്ലേ അത്. ചിലവർക്ക് അത് ഇഷ്ടമല്ല. അതെ. നല്ല പുട്ട് പോലെ ഇരിക്കും, നല്ല മാംസം. ശരിക്കും അത് അമ്മായി വെച്ചിരുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ആയന. അമ്മായിക്ക് ഇഷ്ടപ്പെട്ട മീനായതുകൊണ്ടേ അമ്മായി ആ രീതിയിൽ വെച്ചിട്ടായിരിക്കുമല്ലോ ആ രുചി ഇഷ്ടപ്പെടുന്നത്.